Good morning all. In today's class, we are going to learn a very important aspect of stock exchange, which is the trading process. So how trading process happens in stock exchange, and that's what we are going to learn today. So let's go through the slides. There are a few steps with which trading happens in stock exchange, and the first step is selection of a broker and opening a trade account. That's where the entire process starts. സോ ആർക്കും ഒരു ക്ലയൻറ്റിന് ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളെയൊക്കെ വിചാരിക്കുക, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സ് ആകാം, കമ്പനീസ് ആകാം. സോ അവർക്ക് ഒരു എന്താ പറയുക, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. സോ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അല്ലേ. സോ ഓഫ്ലൈൻ മെത്തേഡ്സ് ഓഫ് ട്രേഡിംഗ് നമ്മൾ കണ്ടിരുന്നു. സോ ദർ ഈസ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ഓഫ്ലൈൻ ട്രേഡിംഗ്. ദർ ഈസ് ഓൺലൈൻ ട്രേഡിംഗ് വേർ ഇൻ ദ ഇൻവെസ്റ്റേഴ്സ് ദംസെൽസ് കൻ ട്രേഡ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഒന്നുകിൽ ഇൻവെസ്റ്റേഴ്സ് നേരിട്ട് അല്ലെങ്കിൽ ബ്രോക്കറിലൂടെയാണ് നമ്മൾ കണ്ടു. പക്ഷേ എന്താണ് ആ പ്രോസസ്സ്, എങ്ങനെയാണ് ഈ ട്രേഡ് നടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ അതിന് ആദ്യം വേണ്ടത് നമുക്കൊരു അക്കൗണ്ട് വേണം അല്ലെ. നമ്മൾ ഇന്നലെ പറഞ്ഞു ബാങ്ക് അക്കൗണ്ട് വേണം, ട്രേഡിംഗ് അക്കൗണ്ട് വേണം, ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. സോ ആദ്യത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് അതാണ്. ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യുക, ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് ഈസ് പ്ലേസിംഗ് ദ ഓർഡർ പ്ലേസ് ചെയ്യുക. തേർഡ് ഈസ് എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡർ. ദ ഓർഡർ ഹാപ്പൻസ് അല്ലെങ്കിൽ ട്രേഡ് ഹാപ്പൻസ്, എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡർ. ഫോർത്ത് ഈസ് പ്രിപ്പയറിംഗ് എ കോൺട്രാക്ട് നോട്ട്. And last one is settlement or payment or delivery of securities. So selection of a broker and opening a trading account, placing an order or placement of the order, execution of the order, preparation of a contract note, and finally making the payment or delivery of securities, which is also called settlement. So let's see what each step means. What are the things which are associated with each step, what happens in the case of each step, we will see. The first one is selection of a broker and opening a trading account. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ നേരിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പോലും ഓൺലൈൻ മെത്തേഡ് ആണെങ്കിൽ പോലും ഇറ്റ് ഹാപ്പൻസ് ത്രൂ എ ബ്രോക്കർ അല്ലെ, ത്രൂ ദ ബ്രോക്കേഴ്സ് ടെർമിനൽ. അതാണ് നമ്മൾ ഇതിൽ റൂട്ടഡ് ത്രൂ ദ ബ്രോക്കേഴ്സ് ടെർമിനൽ എന്നൊക്കെ പറഞ്ഞത്. നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ബ്രോക്കറുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ചേർന്ന ഒരു ബ്രോക്കറെ തപ്പിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ബ്രോക്കർ ആൻഡ് സെലക്ടിങ്. പല ബ്രോക്കേഴ്സിൽ നിന്ന് വി സെലക്ട് എ പർട്ടിക്കുലർ ബ്രോക്കർ. അതിനുശേഷം അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ത്രൂ ബാങ്കറും സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരിട്ട് ബ്രോക്കറെ സമീപിക്കാം, അല്ലെങ്കിൽ ഒരു ബാങ്കറിലൂടെ നമ്മളുടെ കൺസേൺഡ് ബാങ്കർ ആരാണ്, നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആരാണ്, അവർ വഴി നമുക്കൊരു ബ്രോക്കറിലേക്ക് എത്താം. ഇനി എത്തിക്കഴിഞ്ഞാൽ വി എൻ്റർ ഇൻ ടു എൻ എഗ്രിമെന്റ് വിത്ത് ബ്രോക്കറുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ രണ്ടുപേരുടെയും ക്ലയന്റിന്റെയും ബ്രോക്കറുടെയും ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ട് വി ഓപ്പൺ എ ട്രേഡിംഗ് അക്കൗണ്ട് വിത്ത് ദ ബ്രോക്കർ. ഓക്കെ, ഇനി ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണം? സോ ഫസ്റ്റ് ഈസ് സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ, ദെൻ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്, അതാണ് രണ്ടാമത് സംഭവിക്കുന്നത്. മൂന്നാമത് ഈ അക്കൗണ്ടിന് വേണ്ടി എന്തൊക്കെ വേണം? നമുക്കറിയാം, നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക് അറിയാം അല്ലേ. അതുപോലെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെയും കൊടുക്കാനുണ്ട്. നമ്മളുടെ ഏജ് പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ദെൻ ഇൻകം ഡീറ്റെയിൽസ്, ID പ്രൂഫ്, then PAN number, ഒരു പെർമനന്റ് അക്കൗണ്ട് നമ്പർ നമുക്ക് വേണം അല്ലേ. സോ PAN നമ്പർ, ദ ഡീറ്റെയിൽസ് ഓഫ് അവർ ബാങ്ക് അക്കൗണ്ട്, ബാങ്കിങ് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ഡീറ്റെയിൽസ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക. ഇനി ഈ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് നമ്മളുടെ ആപ്ലിക്കേഷനും ഈ പറയുന്ന അറ്റാച്ച് ഡോക്യുമെന്റ്സും എല്ലാം ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു ബ്രോക്കർ വെരിഫൈ ചെയ്തതിനു ശേഷം ദേ ഇഷ്യൂ us a ID and a password to enter into transactions. So ഒരു യുണീക്ക് ID അല്ലെങ്കിൽ പാസ്വേഡ് അവർ നമുക്ക് ഇഷ്യൂ ചെയ്യും. അതിനുശേഷം അവരെന്തും ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നമ്മളുടെ പുതിയ ഒരു ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ദേ ഇൻഫോം ദാറ്റ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഓൾസോ ടു ദ ക്ലിയറിംഗ് കോർപ്പറേഷൻ. അതും ബ്രോക്കർ ചെയ്യുന്ന കാര്യമാണ്. അതിനുശേഷം ബ്രോക്കർ അറേഞ്ചസ് ഫോർ ഓപ്പണിംഗ് എ ഡിമാറ്റ് അക്കൗണ്ട് വിത്ത് ഡിപ്പോസിറ്ററി. നമ്മൾ പറഞ്ഞു ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒക്കെ വേണമെന്ന് പറഞ്ഞു അല്ലേ. സോ ഈ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ്
ബ്രോക്കറിലൂടെയാണ് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആവുക. ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ് നമ്മളുടെ ഷെയർസിന്റെ പർച്ചേസ് സെയിൽ എല്ലാം സംഭവിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുക. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് placing the order. Once a trading account is operational or it starts functioning, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ട്രേഡിൽ ഏർപ്പെടാനായിട്ട് പറ്റും. സോ ട്രേഡിൽ ഏർപ്പെടണമെങ്കിൽ ആദ്യം എന്ത് വേണം? ദ ക്ലയൻറ്റ് ഹാസ് ടു പ്ലേസ് ഓർഡർ. പ്ലേസിംഗ് ഓർഡർ നമ്മൾ പറഞ്ഞായിരുന്നു, ഓൺലൈൻ മെത്തേഡിലാണെങ്കിൽ ദ ക്ലയൻറ്റ് ഹിംസെൽഫ് ക്യാൻ പ്ലേസ് ഓർഡർ. അല്ല, അപ്പോൾ അത് ബ്രോക്കേഴ്സ് ടെർമിനലിലൂടെ പോകുന്നുള്ളതേ ഉള്ളൂ. ഇനി ഓഫ്ലൈൻ മെത്തേഡിലാണെങ്കിൽ ക്ലയൻറ്റ് അവരുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം ബ്രോക്കറെ അറിയിക്കുകയും ബ്രോക്കറാണ് ഈ പറയുന്ന ഓർഡർ പ്ലേസ് ചെയ്യുകയും ചെയ്യുക. അല്ല, ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. സോ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡർ പ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ പർച്ചേസിനാണോ സെയിലിനാണോ എന്നുള്ളത് വേണം, എത്ര യൂണിറ്റ്സ് എന്നുള്ളത് വേണം. ഓർഡേഴ്സിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, നമുക്ക് വേറെ ക്ലാസ്സിൽ പഠിക്കാം. സോ ഇപ്പോൾ പർച്ചേസ് ഓർഡർ ആവാം, സെയിൽ ഓർഡർ ആവാം, എത്ര യൂണിറ്റ്സ്, എത്ര പ്രൈസ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ ബ്രോക്കറിലൂടെയോ ഓൺലൈൻ മെത്തേഡിലോ ഓഫ്ലൈൻ മെത്തേഡിലോ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. സോ ഈ പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സ് എല്ലാം ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും അവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. സോ ആ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയറിലേക്ക് റെക്കോർഡഡ് ആവുകയാണ് ചെയ്യുക. ആൻഡ് എന്തിനു വേണ്ടിയാണ്? മാച്ചിങ് ബിഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് പ്ലേസിംഗ് ദ ഓർഡറിൽ സംഭവിക്കുക. ദെൻ ഹാപ്പൻസ് എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡർ. ഓർഡർ നടക്കുന്നു അല്ലെ, ട്രേഡ് നടക്കുന്നു. എപ്പോഴാണ് ട്രേഡ് നടക്കുക നമുക്കറിയാം? വെൻ എ മാച്ചിങ് ബിഡ് ഈസ് ഫൗണ്ട്. എപ്പോഴാണ് ഒരു മാച്ചിങ്, ഒരു സെയിൽ ഓർഡറിന് ഒരു പർച്ചേസ് ഓർഡർ ഉണ്ടാവുക അല്ലെങ്കിൽ പർച്ചേസ് ഓർഡറിന് ഒരു സെയിൽ ഓർഡർ ഉണ്ടാവുക. സോ മാച്ചിങ് ബിഡ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഓർഡർ ഗെറ്റ്സ് എക്സിക്യൂട്ടഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ അവിടെ നടക്കുകയാണ് ചെയ്യുക. ഇനി ഈ എക്സിക്യൂഷന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും. പിന്നെ ഇനി മാച്ചിങ് ബിഡ് കിട്ടാത്ത ഓർഡേഴ്സ് ഉണ്ട് അല്ലെ. മാച്ചിങ് ബിഡ് കിട്ടിയാൽ ഓർഡർ എക്സിക്യൂട്ടഡ് ആവും, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് നടക്കും. പക്ഷെ നമ്മൾ കൊടുത്ത ഓർഡറിൽ നിന്ന് മാച്ചിങ് ബിഡ് കിട്ടാത്ത ബിഡ്സ് ഉണ്ടെങ്കിൽ, ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ സ്റ്റോർ ചെയ്യുന്നത് ഒരു പ്രത്യേകതയുണ്ട്, അതിന് പ്രൈസ് കം ടൈം പ്രയോറിറ്റി എന്നാണ് അതിന് പറയുക. സോ ഒന്നെങ്കിൽ പ്രൈസ് പ്രയോറിറ്റിയിൽ അല്ലെങ്കിൽ ടൈം പ്രയോറിറ്റിയിലാണ് ഇത് സ്റ്റോർഡ് ആവുക. സോ പ്രൈസ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ പ്രൈസിനാണോ ഇമ്പോർട്ടൻസ് അല്ലേ. സോ ഹയസ്റ്റ് പ്രൈസ് ഏതാണോ അല്ലെങ്കിൽ ബെസ്റ്റ് പ്രൈസ് ഏതാണോ അതിനായിരിക്കും അവിടെ ഹയസ്റ്റ് പ്രയോറിറ്റി കിട്ടുക. ഇനി ടൈം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആ ടൈമിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഏത് ടൈമിലാണോ ഇത് ഓർഡർ പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. സോ ആദ്യം പ്ലേസ് ചെയ്യുന്ന ഓർഡർ ഏതാണോ അതിനാണ് അവിടെ പ്രയോറിറ്റി കിട്ടുക. സോ പ്രൈസ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പ്രൈസിന് പ്രയോറിറ്റി കിട്ടുന്നു. ടൈം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ എൻറ്റേർഡ് ഫസ്റ്റ്, ആദ്യം എൻറ്റർ ചെയ്ത ഓർഡർ ഏതാണോ അതിന് പ്രയോറിറ്റി കിട്ടുന്നു. സോ ഈ പ്രയോറിറ്റി അനുസരിച്ചാണ് പിന്നീട് ഒരു മാച്ചിങ് ബിഡ് വരുമ്പോൾ അത് എക്സിക്യൂട്ടഡ് ആവുക. ഓക്കെ, സോ ഇത്രയുമാണ് എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡറിൽ നിങ്ങൾ അറിയേണ്ടത്. അതിനുശേഷം നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ്, സോ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ബ്രോക്കർ ആൻഡ് ഓപ്പണിംഗ് എ ട്രേഡിംഗ് അക്കൗണ്ട്, പ്ലേസിംഗ് ദ ഓർഡർ, എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡർ, 3 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് എ കോൺട്രാക്ട് നോട്ട്. ഈ കോൺട്രാക്ട് നോട്ട് എന്ന് പറയുന്നത് ആരാ ഇഷ്യൂ ചെയ്യുക? ബ്രോക്കർ ക്ലയന്റിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കോൺട്രാക്ട് നോട്ട് എന്ന് പറയുക. അത് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു കൺഫർമേഷൻ സ്ലിപ്പ് എന്ന് നമുക്ക് പറയാം. സോ ബ്രോക്കറാണ് ഇഷ്യൂ ചെയ്യുക, ആർക്ക് ഇഷ്യൂ ചെയ്യും? ക്ലയന്റിന് ഇഷ്യൂ ചെയ്യും. സോ അതെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കൺഫർമേഷൻ സ്ലിപ്പ് ഫോർ എ ട്രേഡ്. ഒരു ട്രേഡ് നടക്കുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ നമുക്കൊരു റെസീറ്റ് അല്ലെങ്കിൽ ഒരു വൗച്ചറൊക്കെ ഉള്ളതുപോലെ ഒരു ട്രേഡ് നടക്കുന്നതിൻ്റെ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് ഈ പറയുന്ന കൺഫർമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡോക്യുമെന്ററി എവിഡൻസ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. സോ ഈ കൺഫർമേഷൻ സ്ലിപ്പ് എന്തിനു വേണ്ടിയുള്ളത്? ക്ലയന്റിന്റെ ബിഹാഫിൽ ബ്രോക്കർ ട്രേഡ് നടത്തി എന്നുള്ളതിന്റെ കൺഫർമേഷൻ സ്ലിപ്പാണത്. ഓക്കെ, സോ whenever a trade has happened on behalf of the client by the broker issues a confirmation slip which is called a contract note to the client. ഓക്കെ, ഇനി അതിൽ എന്തൊക്കെ കാണും? എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് കാണണം. സെയിലിൻ്റെയും പർച്ചേസിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് അതിലുണ്ടാവണം. അതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങളോടെ ഉണ്ട്. അതൊക്കെയാണ് ഈ പറയുക. ഓർഡർ നമ്പർ, ഓർഡർ ടൈം, ട്രേഡ് നമ്പർ, ട്രേഡ് എപ്പോഴാണ് ഓർഡർ തന്നത്, എന്തായിരുന്നു നമ്പർ, എപ്പോഴാണ് ട്രേഡ് നടന്നത്, എന്തായിരുന്നു നമ്പർ, എത്രയായിരുന്നു ക്വാണ്ടിറ്റി, എത്രയായിരുന്നു പ്രൈസ്, എത്രയായിരുന്നു ബ്രോക്കറേജ്, സെറ്റിൽമെന്റ് നമ്പർ, പിന്നെ നെയിം, അഡ്രസ്, ഒഫീഷ്യൽ അഡ്രസ് ഓഫ് ദ ബ്രോക്കർ എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വേണം. ഓക്കെ, ഇനി ഇത് എന്ന് പറയുന്നത് ഈ ഒരു കൺഫർമേഷൻ നോട്ട് നാച്ചുറലി ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ബ്രോക്കർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈൻ വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓതറൈസ് സിഗ്നേറ്ററിയുടെ സൈൻ ഉണ്ടാവണം. ദെൻ എപ്പോഴാണ് ഇത് ഇഷ്യൂ ചെയ്യുക? എപ്പോഴാണോ ട്രേഡ് നടന്നത്, ആ എക്സിക്യൂഷൻ ഓഫ് ഓർഡർ എപ്പോഴാണോ നടന്നത് അതിൽ കഴിഞ്ഞിട്ട് വിത്തിൻ 24 hours ഇതെന്ത് ഇഷ്യൂ ചെയ്യണം? ഈ പറയുന്ന കോൺട്രാക്ട് നോട്ട് ഇഷ്യൂ ചെയ്യണം. സോ 24 hours
of the execution of the trade or execution of the order, the contract note is to be issued. അതിനുശേഷം ഈ കോൺട്രാക്ട് നോട്ട് ക്ലയന്റിനാണ് ഇഷ്യൂ ചെയ്യുക അല്ലേ. അതിൻ്റെ ഒരു കോപ്പി ആരും സൂക്ഷിക്കും? ബ്രോക്കറും സൂക്ഷിക്കും. ദ ബ്രോക്കർ കീപ്സ് എ കോപ്പി, എ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വിത്ത് ഹിംസെൽഫ്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ദ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് പേയ്മെന്റ് ഓർ ഡെലിവറി ഓഫ് സെക്യൂരിറ്റീസ് ഓർ സെറ്റിൽമെന്റ്. സെറ്റിൽമെന്റ് നടക്കുന്നു, പേയ്മെന്റ് നടത്തുന്നു, ഡെലിവറി നടത്തുന്നു. ആരാണ് പേയ്മെന്റ് നടത്തേണ്ടത്? പർച്ചേസ് ചെയ്യുന്നയാൾ പേയ്മെന്റ് നടത്തണം. ആരാണ് ഡെലിവറി ഓഫ് സെക്യൂരിറ്റീസ് നടത്തേണ്ടത്? സെയിൽ നടത്തുന്നയാൾ ഡെലിവറി ഓഫ് സെക്യൂരിറ്റീസ് നടത്തണം. അതാണ് ഒരു മെയിൻ കാര്യം നമ്മൾ ഓർത്തിരിക്കാനുള്ളത് അല്ലേ. സോ ഈ മോഡ് ഓഫ് സെറ്റിൽമെന്റിന് പറയുന്ന പേരാണ് റോളിംഗ് സെറ്റിൽമെന്റ്. ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു ട്രേഡ് നടക്കുമ്പോൾ ഉള്ള സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഫൈനൽ പ്രോസസ് ആണ് അല്ലേ. ബ്രോക്കർ ഐഡന്റിഫൈ ചെയ്തു, ഓർഡർ പ്ലേസ് ചെയ്തു, ഓർഡർ മാച്ചിങ് ഓർഡർ വന്നപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തു, ഒരു കൺഫർമേഷൻ സ്ലിപ്പ് കോൺട്രാക്ട് നോട്ട് ഇഷ്യൂ ചെയ്തു. അതിനുശേഷമാണ് എന്ത് സംഭവിക്കപ്പെടുന്നത്? പേയ്മെന്റ് ഓർ ഡെലിവറി എന്ന് പറയുന്ന സംഭവം നടക്കുക. അപ്പോൾ പർച്ചേസർ ഹാസ് ടു മേക്ക് പേയ്മെന്റ്, സെല്ലർ ഹാസ് ടു make the delivery of securities. Okay. So ആ ഒരു സെറ്റിൽമെന്റ് പ്രോസസ്സിനാണ് നമ്മൾ റോളിംഗ് സെറ്റിൽമെന്റ് എന്ന് പറയുക. സോ അതിന് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു റോളിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് T+2 എന്നാണ്. അതായത് ട്രാൻസാക്ഷൻ +2. എപ്പോഴാണോ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രേഡ് നടന്നത് അതിനുശേഷം 2 ദിവസത്തിനുള്ളിലാണ് ഈ പറയുന്ന സെറ്റിൽമെന്റ് നടക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എന്തൊക്കെ സംഭവിക്കണം? പർച്ചേസർ എന്ത് ചെയ്യണം? പർച്ചേസർ ഹാസ് ടു മേക്ക് ദ പേയ്മെന്റ് അല്ലെങ്കിൽ ഹി ഹാസ് ടു മേക്ക് ദ ഫണ്ട്സ് അവൈലബിൾ. സെൻഡർ എന്ത് ചെയ്യണം? സെല്ലറാണ് അതിന് ഡെലിവറി നടത്തേണ്ടത്. സോ ഹി ഹാസ് ടു മേക്ക് ദ സെക്യൂരിറ്റീസ് അവൈലബിൾ. മനസ്സിലാകുന്നുണ്ടല്ലോ? പർച്ചേസർ വാങ്ങാനായിട്ടുള്ള ഫണ്ട്സും അവൈലബിൾ ആക്കണം, സെല്ലർ വിൽക്കാനായിട്ടുള്ള സെക്യൂരിറ്റീസും അവൈലബിൾ ആക്കണം. എവിടെ അവൈലബിൾ ആക്കണം? ഓൺ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എപ്പോഴാണ് അവൈലബിൾ ആക്കേണ്ടത്? വിത്തിൻ 2 days. ഓൺ ദ സെക്കൻഡ് ഡേ ഓഫ് ദ ട്രാൻസാക്ഷൻ. ആ മാച്ചിങ് ബിഡ് നടന്ന് ട്രാൻസാക്ഷൻ നടന്നതിന്റെ സെക്കൻഡ് ഡേ എന്ത് സംഭവിക്കണം? ഇത് അവൈലബിൾ ആക്കണം. ഓക്കെ. മാച്ചിങ് ബിഡ് നടന്ന് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രേഡ് നടന്നതിന് ശേഷം സെക്കൻഡ് ഡേയിലാണ് ഫണ്ട്സും സെക്യൂരിറ്റീസും അവൈലബിൾ ആക്കേണ്ടത്. എന്നിട്ട് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? ആ എക്സ്ചേഞ്ച് അതേ ദിവസം തന്നെ, അതായത് എന്നാണോ ഈ പറയുന്ന T+2 എന്ന് പറയുക, അതാണ് ഒരു പേ ഔട്ട് ഡേ എന്ന് പറയുന്നത്. T+2 ഡേക്കാണ് നമ്മൾ പേ ഔട്ട് ഡേ എന്ന് പറയുക. T+2 ഡേയിൽ ഈ പറയുന്ന സെക്യൂരിറ്റീസും ഫണ്ട്സും അവൈലബിൾ ആകുന്ന ദിവസത്തിനാണ് പേ ഔട്ട് ഡേ എന്ന് പറയുക. ആ പേ ഔട്ട് ഡേയിൽ തന്നെ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? ഇത് ബ്രോക്കർക്ക് അവൈലബിൾ ആകും. ബോത്ത് ദ ഫണ്ട്സ് ആൻഡ് ദ സെക്യൂരിറ്റീസ് ദ എക്സ്ചേഞ്ച് മേക്സ് അവൈലബിൾ ടു ദ ബ്രോക്കർ. അതിനുശേഷം ബ്രോക്കറാണ് പേയ്മെന്റ് നടത്തേണ്ടതും സെക്യൂരിറ്റീസ് കൊടുക്കേണ്ടത്. അപ്പൊ ബ്രോക്കർ ആർക്ക് പേയ്മെന്റ് നടത്തും? ബ്രോക്കർ സെല്ലർക്ക് പേയ്മെന്റ് നടത്തും, ബയർക്ക് സെക്യൂരിറ്റീസ് അവൈലബിൾ ആകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനീഷ്യലി പർച്ചേസർ ഫണ്ട്സും സെല്ലർ സെക്യൂരിറ്റീസും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അവൈലബിൾ ആകുന്നു ഓൺ ദ സെക്കൻഡ് ഡേ T+2 ഡേയിൽ. ആ ഡേയിൽ തന്നെ, ആ പേ ഔട്ട് ഡേയിൽ തന്നെ എക്സ്ചേഞ്ച് ഇത് രണ്ടും ബ്രോക്കർക്ക് അവൈലബിൾ ആകുന്നു, ഫണ്ട്സും സെക്യൂരിറ്റീസും. പിന്നെ ബ്രോക്കർ എന്ത് ചെയ്യണം? സെല്ലർക്ക് സെല്ല് ചെയ്ത സെക്യൂരിറ്റിക്ക് പകരമുള്ള എമൗണ്ട് കൊടുക്കണം, ബയർക്ക് ബൈ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ലെ അവർ തന്ന എമൗണ്ടിന് പകരമുള്ള സെക്യൂരിറ്റീസും കൊടുക്കണം. അതാണ് ബ്രോക്കർ ചെയ്യുക. സോ ബ്രോക്കർ മേക്സ് പേയ്മെന്റ് ടു ദ ക്ലയന്റ് ഫോർ ഷെയർസ് ഓൾ. അതായത് ഇവിടെ ക്ലയന്റ് ഉദ്ദേശിക്കുന്നത് സെല്ലറിനെയാണ്. സോ സെല്ലറിന് പേയ്മെന്റ് നടത്തുന്നു. പിന്നെ ഡെലിവർ സെക്യൂരിറ്റീസ് പർച്ചേസ്ഡ്. ബയർക്ക് അവർ വാങ്ങിയ സെക്യൂരിറ്റീസ് നൽകുകയും ചെയ്യുന്നു. സോ സെല്ലർക്ക് ഓൺ ദ സെയിം ഡേ പേയ്മെന്റ് നടത്തും, ബയർക്ക് ഈ പറയുന്ന പേ ഔട്ട് ഡേ കഴിഞ്ഞ് 1 ദിവസത്തിനുള്ളിലാണ് ഇത് അവൈലബിൾ ആക്കുക, ഇത് സെക്യൂരിറ്റീസ് അവൈലബിൾ ആക്കുക. സോ സെക്യൂരിറ്റീസ് പർച്ചേസ്ഡ് എന്ന് പറയുന്നത് ഇറ്റ് ഗെറ്റ്സ് ക്രെഡിറ്റഡ് ആൻഡ് സോൾഡ് ഗെറ്റ്സ് ഡെബിറ്റഡ്. പർച്ചേസ് ചെയ്ത സെക്യൂരിറ്റീസ് അക്കൗണ്ടിലേക്ക്, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആകും, സെയിൽ നടത്തിയ സെക്യൂരിറ്റീസ് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റഡ് ആവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഒരു സൈക്കിൾ, ട്രേഡിംഗ് പ്രോസസ് സൈക്കിളിൽ സംഭവിക്കുക. സെലക്ഷൻ ഓഫ് എ ബ്രോക്കർ, പ്ലേസിംഗ് ദ ഓർഡർ, എക്സിക്യൂഷൻ ഓഫ് ദ ഓർഡർ, പ്രിപ്പയറിംഗ് കോൺട്രാക്ട് നോട്ട് ആൻഡ് സെറ്റിൽമെന്റ്. സെറ്റിൽമെന്റിൽ ബയർ ഗെറ്റ്സ് ദ സെക്യൂരിറ്റീസ്, സെല്ലർ ഗെറ്റ്സ് ദ പേയ്മെന്റ് ത്രൂ ദ ബ്രോക്കർ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ലേൺ ബൈ.